ബഹുമാന്യരെ, ചേർത്തല താലൂക്കിൽ 18-ാം വാർഡിൽ പുത്തൻപരയിൽ ഭാസ്കരൻ്റെ വസതിയിലാണ് നവംബർ 2-ാം തീയതി ഈ മൈത്രിക്കാവിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഭാരതത്തിന് മാത്രമല്ല ലോകത്തിനെമ്പാടും നൽകുന്ന ഒരു സന്ദേശമുണ്ട്. പ്രകൃതിയെ രക്ഷിക്കൂ, പ്രകൃതി നമ്മെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യത്തിൽ ലക്ഷ്യമായിട്ടാണ് ഈ മൈത്രിക്കാവ് പദ്ധതി ഈ ഭവനത്തിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നത്. കാവുകളുടെ ഔഷധസസ്യങ്ങളുടെയും ഗുണങ്ങളെക്കുറിച്ച് പ്രാചീന കാലം മുതലേ നമ്മുടെ പൂർവികർ അതിൻ്റെ ഗുണങ്ങൾ മനുഷ്യരടക്കമുള്ള എല്ലാ ജീവികൾക്കും വേണ്ടി തിരിച്ചറിയുകയും സംഭാവനയായി അത് നൽകി കടന്നുപോവുകയും ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ശാസ്ത്രലോകം വൃക്ഷങ്ങളുടെ പരിരക്ഷയ്ക്കായി രക്ഷാകവചമായി മാറുമ്പോൾ യുവതലമുറയും നിലവിലുള്ളവരും ശാസ്ത്രത്തിന് സഹായകരമായ നിലപാട് സ്വീകരിക്കേണ്ടത് മാറുന്ന സാഹചര്യങ്ങൾ അനിവാര്യമായ ഒരു കാര്യമാണ്. മൈത്രിക്കാവ് എന്നത് കേന്ദ്ര പരിസ്ഥിതി വകുപ്പിൻ്റെ ഒരു തീരുമാനമാണ്. അത് കാവ് പരിസ്ഥിതി സംരക്ഷണ സമിതിയിലൂടെ ഇവിടെ നടപ്പിലായി കഴിഞ്ഞിരിക്കുകയാണ്. മൈത്രിക്കാവ് എന്ന് പറയുന്നത് കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് ഉദ്ദേശിച്ചത് ത്രിതല പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, ഗവൺമെൻറ്റുകൾ സ്ഥലങ്ങൾ വാങ്ങി വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനാണ് മൈത്രിക്കാവ് എന്ന് പറയുന്നത്. ഇതിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. വൃക്ഷങ്ങൾ അന്തരീക്ഷത്തിലെ ഈർപ്പം നിലനിർത്തിക്കൊണ്ട് ശുദ്ധമായ വായു ഉൽപ്പാദിപ്പിക്കാൻ പ്രകൃതിയെ സഹായിക്കുന്നു. അത് മനുഷ്യരടക്കമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും തുല്യമായി വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രകൃതിയെ രക്ഷിക്കൂ, പ്രകൃതി നമ്മെ രക്ഷിക്കുമെന്ന മുദ്രാവാക്യത്തിലേക്ക് മനുഷ്യ സമുദായം മുന്നോട്ട് പോകേണ്ടത്. ശുദ്ധമായി നമുക്കറിയാം, നമ്മുടെ ആരാധനാ സങ്കേതങ്ങളിൽ എന്തുകൊണ്ടാണ് മനുഷ്യരടക്കമുള്ള മൃതശരീരങ്ങൾ മറവ് ചെയ്യാത്തത്? കൃഷിയിടങ്ങളിലും മൃതശരീരം മറവ് ചെയ്തില്ല. മൃതശരീരങ്ങൾ മറവ് ചെയ്യുന്ന സ്ഥലത്ത് ഭൂമിയും ജലവും മലിനമാകുകയും അവിടെ നിൽക്കുന്ന ഔഷധ സസ്യങ്ങളും വൃക്ഷങ്ങളുടെയും ഗുണങ്ങൾ കുറയുകയും ചെയ്യും. അത് കൊണ്ടാണ് നമ്മുടെ ആരാധന സങ്കേതങ്ങളിൽ മൃതശരീരം മറവ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ പൂർവികർ നടപ്പിലാക്കിയത്. ഇതിനൊക്കെ ഇന്ന് ശാസ്ത്രമാണ് രക്ഷാകവചമായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ശുദ്ധമായ വായുവും ശുദ്ധജലവും ലഭിക്കാതെ ഒരു ജീവിക്കും ലോകത്ത് ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്ര പരിസ്ഥിതി വകുപ്പിൻ്റെ ഒരു തീരുമാനം നമ്മൾ ഈ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ ഭവനങ്ങളിലും നമ്മൾ മൈത്രിക്കാവ് വെക്കുമ്പോൾ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് അതിന് വർഷം തോറും ഗ്രാൻറ്റ് കൊടുത്തുകൊണ്ട് അവയെ സംരക്ഷിക്കണം. നമ്മളൊരു ശുദ്ധജലം സംരക്ഷിക്കുന്ന പോലെ, കിണർ സംരക്ഷിക്കുന്ന പോലെ, അല്ലെങ്കിൽ കുളം സംരക്ഷിക്കുന്ന പോലെ നമ്മൾ ആ ജോലി ഗവൺമെൻറ് ചെയ്യുമ്പോൾ തീർച്ചയായും ഇതിന് കൂടുതൽ പ്രാധാന്യം ആൾക്കാർ കൊടുക്കും. ഞങ്ങൾ 2024 കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റികളും കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന് ഈ വിഷയം ഉൾപ്പെടെ എല്ലാ വർഷവും ഗ്രാൻറ്റ് കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഫലമായി എല്ലാ ജില്ലയിലും അവർ 15 കാവുകൾ ഇപ്പോൾ പ്രതിവർഷം ഗ്രാൻറ്റ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അത് സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ നേട്ടമാണ്. മറ്റൊന്ന് പറയുമ്പോൾ ഇപ്പോൾ 2025 ഈ കഴിഞ്ഞ മാസം കേരളത്തിലെ 20 MP-മാർക്കും അവരുടെ ഫണ്ടുകൾ ഈ കാവും കുളവും നവീകരിക്കുന്നതിനും മറ്റ് വികസനത്തിനും കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സമഗ്രമായ ഒരു പരിരക്ഷ നമ്മുടെ ശുദ്ധജലത്തിന്, നമ്മുടെ ആരാധനാ സങ്കേതങ്ങളുടെ ജലാശയത്തിനും അവിടെ നിൽക്കുന്ന വൃക്ഷങ്ങൾക്കും ഉണ്ടായെങ്കിൽ മാത്രമേ ഭാവി തലമുറയ്ക്ക് നിലനിന്ന് പോകാൻ പറ്റുന്നുള്ളൂ. കാരണം വടക്കേ ഇന്ത്യ അല്ല നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇവിടെ വൃക്ഷങ്ങൾ, മലകൾ, ചെറുതുമ്പലായ പുഴകൾ എല്ലാം കെട്ടിപ്പണഞ്ഞ് നിൽക്കുന്ന ഒരു അന്തരീക്ഷമുള്ള സ്ഥലമാണിവിടെ.
അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുതും വലുതുമായ എല്ലാത്തരം മലകൾ, ചെറുതും വലുതുമായ ജലാശയങ്ങൾ, ചെറുതും വലുതായ വൃക്ഷങ്ങളെല്ലാം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയായിട്ട് മാറണം. എങ്കിൽ മാത്രമേ ഭാവി തലമുറയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ കാഴ്ചപ്പാടിന് ശാസ്ത്രത്തിൻ്റെ പ്രഖ്യാപിത നയത്തിനും സഹായകരമായിട്ടാണ് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ഈ വീട്ടുമുറ്റത്ത് മൈത്രിക്കാവ് എന്ന ആശയം നമ്മൾ ചരിത്രത്തിലാദ്യമായി നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന് അവസരം ഉണ്ടാക്കിക്കൊള്ളുന്ന ഭാസ്കരൻ്റെ മരിച്ചുപോയ ഭാസ്കരൻ മാസ്റ്ററുടെ പേരിലുള്ള ട്രസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മരുമകനായ പ്രശാന്തിനിയും അഡ്വക്കേറ്റ് പ്രശാന്തിനിയും ഭാര്യ അവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ സംഘടനയുടെ തീരുമാനത്തിന് സഹായകരമായി മൈത്രിക്കാവ് പദ്ധതി ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നത്. ഇനി അത് വ്യാപകമായ രീതിയിൽ നടപ്പിലാക്കാനുള്ള സംഘപ്രവർത്തനങ്ങൾ സംഘടനയുടെ പ്രവർത്തനത്തിലൂടെ സ്ഥാപിക്കപ്പെടും. അതിനുള്ള എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.